ഞാൻ തിരക്കഥയൊക്കെ എഴുതിയൊരു സിനിമ അയാൾ കഥ എഴുതുകയാണ്. അതിൽ സൗന്ദര്യയായിരുന്നു നായികയായിട്ട് സംസാരിച്ചിരുന്നത്. അന്ന് അയാൾ കഥ എഴുതുകയാണ് എന്ന സിനിമ കണ്ടവരാരും ആ സിനിമ മറക്കാൻ ചാൻസില്ല. കമലിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ, ശ്രീനിവാസൻ, നന്ദിനി, കൃഷ്ണ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 1998 പുറത്തിറങ്ങിയ ഒരു മലയാള ചിത്രമാണ് അയാൾ കഥ എഴുതുകയാണ്. മോഹൻലാൽ ഈ ചിത്രത്തിൽ സാഗർ കോട്ടപ്പുറം എന്ന ഒരു പൈങ്കിളി നോവൽ എഴുത്തുകാരനായിട്ടാണ് വേഷമിട്ടത്. ഈ ചിത്രത്തിൽ തഹസീൽദാർ പ്രിയദർശിനിയായിട്ട് വേഷമിട്ട നന്ദിനിക്ക് പകരം ആദ്യം നിശ്ചയിച്ചത് അന്തരിച്ച നടി സൗന്ദര്യയായിരുന്നു. എന്നാൽ പക്ഷെ സിനിമാ തിരക്കുകൾ കാരണം അവർക്ക് ഈ സിനിമയിൽ അഭിനയിക്കുവാൻ കഴിഞ്ഞില്ല. ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നുവെങ്കിൽ സൗന്ദര്യയുടെ ആദ്യ മലയാള ചിത്രമാകുമായിരുന്നു ഇത്. ഇതിനെപ്പറ്റിയൊക്കെ ശ്രീനിവാസനും സൗന്ദര്യയും സംസാരിക്കുന്ന ഒരു പഴയ ഇന്റർവ്യൂ വീഡിയോ ഇപ്പോൾ വൈറലാകുന്നുണ്ട്. ഈ രണ്ട് താരങ്ങളും ഇന്ന് നമ്മളോടൊപ്പം ഇല്ല എന്നത് ദുഃഖാർത്ഥമായ ഒരു വാർത്ത തന്നെ. എന്നിരുന്നാലും നന്ദിനി ആ ഒരു വേഷം നന്നായി തന്നെ ആ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കഥാപാത്രം സൗന്ദര്യം ചെയ്താലും മനോഹരമായിരിക്കും. എങ്കിലും നിങ്ങളുടെ അഭിപ്രായത്തിൽ നന്ദിനിയേക്കാളും മികച്ചത് ആ കഥാപാത്രത്തിന് സൗന്ദര്യ ആയിരുന്നിരിക്കുമോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അതൊന്ന് കമന്റ് ബോക്സിൽ കുറിക്കൂ. അതേസമയം ഈ ഒരു ചിത്രത്തിന്റെ കഥ സിദ്ദിഖിന്റേതായിരുന്നുവെങ്കിലും തിരക്കഥയും സംഭാഷണവും എല്ലാം നിർവഹിച്ചത് ശ്രീനിവാസനായിരുന്നു.